എന്തൊക്കെ പരീക്ഷണങ്ങളിലൂടെ എന്റെ കുട്ടിക്ക് കടന്നു പോകേണ്ടി വരുന്നത്. സാരമില്ലമ്മേ, ഇപ്പൊ എല്ലാം കഴിഞ്ഞു. എന്നാലും ആ പെണ്ണിന് എങ്ങനെ ഇവന്റെ പേരിൽ ഇങ്ങനെ ഒരു കള്ളക്കേസ് കൊടുക്കാൻ തോന്നിയത്? അവളൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല. എന്താ അമ്മേ, ആ കുട്ടിയെ വെറുതെ ഇങ്ങനെ പ്രാകരുത്. അവള് സത്യസന്ധമായി മൊഴി നൽകിയതുകൊണ്ട് കേസ് തള്ളിയത്. അവളായിട്ട് സത്യം പറഞ്ഞതുകൊണ്ട് കള്ളക്കേസാണെന്ന് എല്ലാവർക്കും വിശ്വാസമായി. നാട്ടുകാർക്കിടയിലും ഗിരിയേട്ടനൊരു നാണക്കേടും ഉണ്ടായില്ല. അല്ലെങ്കിൽ ഗിരിയേട്ടന് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് മൊത്തത്തില് തല താഴ്ത്തി നിൽക്കേണ്ടി വന്നേനെ. നമ്മുടെ കുടുംബത്തിന്റെ മാനം ആ കുട്ടി രക്ഷിച്ചത്. നിനക്കെതിരെ പരാതി നൽകിയതും അവള് തന്നെയല്ലേ? നാട്ടുകാര് നിന്നെ കുറിച്ച് എന്തൊക്കെ വൃത്തികേടുകളാ പറഞ്ഞു നടക്കുന്നത്. എന്നിട്ടിപ്പോ പേടിച്ച് സത്യം പറഞ്ഞപ്പോ അവള് വലിയ ത്യാഗിയായി. അവളെയൊക്കെ എന്റെ കൈ കിട്ടിയ അടിച്ച് അവളുടെ മോന്തയുടെ ഷേപ്പ് മാറ്റും. മതി മതി അമ്മ ഇങ്ങനെയാ. ഒരാളെ വെറുക്കാൻ തീരുമാനിച്ച പിന്നെ മനസ്സ് മാറ്റാൻ ഭയങ്കര പാടാ. അത് പിന്നെ എനിക്കറിയില്ലേ. വന്നപ്പോ അമ്മയ്ക്ക് എന്നോട് എന്തുമാത്രം ദേഷ്യമായിരുന്നു. അതെല്ലാം മാറാൻ എത്ര കാലം എടുത്തു. സഞ്ജു സ്വപ്നയും ഗോപാൽജിയുടെ വീട്ടിലേക്ക് പോയല്ലോ അല്ലേ? എന്റെ മനസ്സിൽ നിന്ന് അതങ്ങ് പോയി. അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ആ വീട്ടിലേക്ക് പറഞ്ഞു വിടണമെന്നായിരുന്നല്ലോ നമ്മുടെ ആഗ്രഹം. എന്തൊക്കെ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും വീട്ടിലേക്ക് വരുമ്പോ അവളെ ഇവിടെ കാണുന്നത് ഒരു സമാധാനമായിരുന്നു. ഉള്ളത് പറയാലോ, അവര് പോയപ്പോ ഈ വീട്ടിലൊരു അനക്കം ഇല്ലാത്തതുപോലെ തോന്നും. മോളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? അതിന് അമ്മ എന്തിനാ വിഷമിക്കുന്നേ? അവളെ നമ്മൾ പുറം രാജ്യത്തേക്കൊന്നുമല്ലോ കെട്ടിച്ചു വിട്ടിരിക്കുന്നത്. ഒന്ന് നീട്ടി വിളിച്ചാ അവൾ ഇങ്ങോട്ട് ഓടിയെത്തില്ലേ? ഉവ്, അങ്ങോട്ട് പോയിട്ട് ഇതുവരെ ഒരു കോള് പോലും ചെയ്തിട്ടില്ല.